മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കൂടാളി കുമ്പത്ത് കാർ അപകടത്തിൽ 5 യുവാക്കൾ മരിച്ച സംഭവം വിദഗ്ധ സംഘം പരിശോധന നടത്തി. കുമ്പത്ത് അപകടം നടന്ന സ്ഥലവും പരിസരവുമാണ് നാറ്റ്പാക് സയന്റിസ്റ്റുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കാറിന്റെ അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടതാകാം അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. കേരളത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കണ്ടെത്താനായി സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച സ്ഥാപനമായ നാറ്റ്പാക്കിലെ സയന്റിസ്റ്റുകൾ, പോലീസ്, ട്രാഫിക് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയവയിലെ പ്രധാന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് അപകടമുണ്ടായ സ്ഥലവും പരിസരവും പരിശോധിച്ചത്. ഈ റോഡിൽ മുൻപും വാഹനാപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ റോഡ് സുരക്ഷയെക്കുറിച്ചും മറ്റും പരിശോധന നടത്തുന്നതിനായാണ് സംഘം എത്തിയത്. കുമ്പം കുന്നുമ്മൽ മടപ്പുരയ്ക്ക് സമീപം 10 രാത്രി 11:30 കാർ മരത്തിലിടിച്ച് 5 പേരുടെ മരണത്തിന് ഇടയാക്കിയത്. ഇതുപോലുള്ള അപകട മരണങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. കാറിന്റെ അമിതവേഗം മൂലം ഉറക്കത്തിലോ മറ്റോ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകും അപകടത്തിന് കാരണമെന്നാണ് പോലീസ് കരുതുന്നതെന്നാണ് അറിയുന്നത്. അപകട സമയത്ത് കാറിന് എതിരെ വന്നതോ മുന്നിലും പിന്നിലുമായി സഞ്ചരിച്ചതോ ആയ വാഹനങ്ങൾ അപകടത്തിന് ഇടയാക്കിയതായി തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. സംഭവ സമയത്ത് വാഹനം പെട്ടെന്ന് ബ്രേക്കിട്ടതിന്റെ പാടുകളോ മറ്റോ റോഡിലില്ലെന്നും പോലീസ് പറഞ്ഞു. അപകടം നടന്നത് വളവുള്ള സ്ഥലത്തല്ല. കാർ നിയന്ത്രണം വിട്ട് നേരെ പോയി മരത്തിലിടിച്ച് കയറുകയായിരുന്നുവെന്നാണ് പരിശോധനയിൽ വ്യക്തമാകുന്നത്. സ്ഥലത്തെ 2 CCTV ദൃശ്യങ്ങൾക്ക് വ്യക്തതയില്ല. വാഹനം ഡ്രൈവ് ചെയ്ത ഉത്തർപ്രദേശ് സ്വദേശിയായ പരം ഛേത്രിക്ക് റോഡ് പരിചയമില്ലാത്തതും ഒരുപക്ഷെ അപകടത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ട്. ബംഗളൂരുവിൽ നിന്നും അഴീക്കോട്ടേക്കുള്ള നീണ്ട യാത്രയ്ക്കിടെ ഉറക്കവും ക്ഷീണവും കാരണം വാഹനം നിയന്ത്രണം വിട്ടതാകാമെന്നും പോലീസ് കരുതുന്നു. കാർ പൂർണ്ണമായും തകർന്നതും അമിത വേഗത്തിന്റെ സൂചനയാണെന്നാണ് കണ്ടെത്തൽ. വാഹനത്തിന്റെ മധ്യഭാഗത്താണ് കൂടുതൽ ആഘാതമുണ്ടായത്. പിൻസീറ്റിൽ മധ്യത്തിൽ ഇരിക്കുകയായിരുന്ന മുഹമ്മദ് റിസ്വാനാണ് മാരകമായ പരിക്കേറ്റതെന്നും പോലീസ് അറിയിച്ചു. കാർ ഓടിച്ചിരുന്ന പരം ഛേത്രിയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മട്ടന്നൂർ മേഖലയിൽ 2 ആഴ്ചയ്ക്കിടെ വാഹനാപകടങ്ങളിൽ 8 പേരാണ് മരിച്ചത്. നാറ്റ്പാക് സയന്റിസ്റ്റുമാരായ PP ഷിജിത്ത്, ഡോക്ടർ ഗൗതം സാരംഗ്, മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ SI മാരായ രാഹുൽ രഘുനാഥ്, K രാംമോഹൻ, കണ്ണൂർ ട്രാഫിക് പോലീസ് SI KP അബ്ദുൾ നാസർ, പൊതുമരാമത്ത് റോഡ് സബ് ഡിവിഷൻ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സുജിത് കുമാർ, എൻഫോഴ്സ്മെന്റ് RTO MVI M മനോജ് കുമാർ, AMVI മാരായ KV പ്രശാന്ത് കുമാർ, KV അഖിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കാർ ഓടിച്ചിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി പരം ഛേത്രി, ഷാൻ സിറാജ്, മുഹമ്മദ് റിസ്വാൻ, ഹർഷ് സത്തൂരി, ആദിത്യ കൃഷ്ണദീപ് എന്നിവരായിരുന്നു മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ചാലോട്. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ്, ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.